ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് 1 kg ചിക്കനാണ്. ഇതിലേക്ക് സീസണിങ്സ് ആഡ് ചെയ്യാൻ ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1/2 ടീസ്പൂൺ ടർമറിക്, പിന്നെ ഒരു 1/4 ഗരം മസാല ആഡ് ചെയ്യാം, പിന്നെ ഒരു 1/2 കപ്പ് കേർഡ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ലെമൺ ജ്യൂസ്, ലെമൻ്റെ ഒരു 1/2 ലെമൺ, വലിയ ലെമൺ ആണെങ്കിൽ 1/2 ലെമൻ്റെ ഒരു ലെമൺ ജ്യൂസും കൂടി സ്ക്വീസ് ചെയ്തിട്ട് ഇത് നല്ലപോലെ മാരിനേറ്റ് ചെയ്യുക. ഓവർനൈറ്റ് മാരിനേഷൻ ഉണ്ടെങ്കിൽ ബെറ്ററാണ്. അതല്ല എങ്കിൽ നമ്മളൊരു 3-4 hours എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് നീറ്റായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ആവശ്യത്തിന് ചൂടാകുമ്പോഴത്തേന് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഇതിലേക്ക് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പം ശരിക്കും ഫ്രൈ ചെയ്ത് തന്നെ എടുക്കുക. ബിക്കോസ് നമ്മൾ ചിക്കൻ്റെ പോർഷൻ നമ്മൾ നല്ലോണം കുക്ക് ചെയ്ത് തന്നെ എടുക്കുന്നത്. അപ്പം ഇത് ഫ്രിഡ്ജിൽ നമ്മൾ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1/2 hour എങ്കിലും നേരത്തെ നമ്മൾ വെളിയിൽ വെക്കണം. വേറൊരു പാനിൽ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലിൽ ഞാനിവിടെ ഒരു 3 large onions എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. അപ്പം ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് നല്ലപോലെ അതിൻ്റെ ഒരു റോ ടെക്സ്ചർ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ ടെക്സ്ചർ ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോഴത്തേനും ഒരു ലാർജ് ടൊമാറ്റോ നമ്മൾ ചോപ്പ് ചെയ്തത് അത് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മളുടെ മസാല ഗ്രേവിക്ക് വേണ്ട പേസ്റ്റാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പം ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സീസണിങ്സ് ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ അതുപോലെ ആവശ്യത്തിന് ഗാർലിക് പൗഡർ ഇടുക, പിന്നെ ഒരു 1 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ ഒരു 1 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ സീസണിങ്സ് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ അതിൻ്റെ ഒരു റോ ഫ്ലേവർ മാറുന്നിടം വരെ നല്ലപോലെ അത് സോട്ട് ചെയ്തെടുക്കുക. സോൾട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് റീസണബിളി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് വഴറ്റി വരുമ്പോഴത്തേനും ഒരു 5-6 കാഷ്യൂ നട്ട്സ് നമുക്ക് സോക്ക് ചെയ്തിട്ട് നമുക്കിത് പേസ്റ്റ് ആക്കിയെടുക്കണം. അപ്പോൾ കാഷ്യൂ പേസ്റ്റ് നല്ല ഫ്ലേവർ തരും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ജസ്റ്റ് ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഗ്രേവി നല്ല തിക്കാക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ ഗ്രേവി ഇപ്പം നല്ലപോലെ തിക്കാക്കിയിട്ടിരിക്കുക. അതിനൊരു ഗ്രേവി കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹോട്ട് ബോയിലിംഗ് വാട്ടർ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ അല്ലാതെ വെള്ളം ഒഴിക്കരുത്. അപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് വരും. അപ്പോൾ ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 minutesോളം നമ്മൾ കുക്ക് ചെയ്യുക. നമ്മൾ ചിക്കൻ ഓൾറെഡി കുക്ക്ഡാണ്, അതിൽ നിന്നും വെള്ളം വരില്ല. പക്ഷേ നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 to 6 minutesൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബാസ്മതി റൈസ് ഒരു 2 cups ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കാർഡമം, ക്ലോവ്സ്, സീസണിംഗ് ഒക്കെ വെച്ചിട്ട് ലൈം ജ്യൂസിൽ ഞാനത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാദ്യം ഞാനത് ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ ബാസ്മതി റൈസാണ് ഞാൻ ഇടുന്നത്. അപ്പം ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഗീ നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അത് ഒരുപാട് വേണ്ട, ജസ്റ്റ് അവിടെ ഇവിടെയായിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലേവർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടാൽ മതി. അത് ഒരുപാട് എക്സസൈസൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ടേസ്റ്റിന്. പിന്നെ ഞാനൊരു ടർമറിക് മിൽക്കിൽ മിക്സ് ചെയ്തത്, അത് ജസ്റ്റ് നമ്മുടെ യെല്ലോ കളറിങ് ഒരു ഫ്രൈസിന് നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ആഡ് ചെയ്യുന്നത്. അതും ഇങ്ങനെ അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവിയും ചിക്കനും കൂടി നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ. അപ്പോൾ അതും ഇങ്ങനെ കുറച്ച് പീസസായിട്ട് ഓരോ ലെയറിലും ഇട്ട് കൊടുക്കുക.
ഞാനിവിടെ ഫ്രൈ ചെയ്തിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഉണ്ട്. അപ്പോൾ കാഷ്യൂ നട്ട്സും റേസിൻസും ഒക്കെ നിങ്ങൾക്ക് ഇടാം, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട്. അപ്പം ഞാനിത് കുറച്ച് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് ഓഫ് ലീവ്സ്, കൊറിയാൻഡർ, മിൻറ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം ഈ നട്ട്സും പിന്നെ അതുപോലെ തന്നെ പിസ്ത, നമ്മുടെ ഫ്രൈഡ് ആയിട്ടുള്ള ഡീപ് ഫ്രൈഡ് ഓണിയൻസും അതും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ഓരോ സ്റ്റേജായിട്ട് നമ്മൾ ലെയർ ചെയ്ത് വരിക. ഈ ബിരിയാണി നമ്മളൊരു 4 to 5 മിനിറ്റ്സ് ഒരു 350 ബേക്ക് ചെയ്താൽ കറക്റ്റ് ദമ്മിൻ്റെ എഫക്റ്റ് വരും. അതാണ് നമ്മളുടെ ഫിനിഷ് സ്റ്റേജിലുള്ള ബിരിയാണി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ കംപ്ലീറ്റഡ് വേർഷൻ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പപ്പടം, സാലഡ്, പിക്കിളിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഡെഫിനറ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു മനോഹരമായ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.